ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടല്ലോ, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഒരു പീൽ ഓഫ് മാസ്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം ട്രൈ ആണ് ഗായ്സ്. ഇത് വർക്ക് ആകുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ബട്ട് വി ക്യാൻ ഡു ഇറ്റ് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കോഫി പൗഡർ വേണം, പിന്നെ മുട്ട വേണം, പിന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടി ഒരു പാത്രം വേണം. അത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ എഗ്ഗ് വൈറ്റാണ് കേട്ടോ എടുക്കുന്നത്. എഗ്ഗ് വൈറ്റും എടുക്കുന്നുണ്ട്, കോഫി പൗഡറും എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ എഗ്ഗ് വൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും സത്യത്തിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരുപാട് ഓയിൽ ഗ്ലാൻസിൽ നിന്നും ഈ സെബം പ്രൊഡക്ഷനൊക്കെ ഭയങ്കരമായി കൂടുന്ന സമയങ്ങൾ കാണുമല്ലോ. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ ഇത് വന്ന് കൂടിയിരിക്കുമ്പോഴേ നമ്മുടെ മുഖത്ത് പോഴ്സ് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കുഴികൾ, അതിനകത്ത് ഇതെല്ലാം അടിഞ്ഞുകൂടി അങ്ങ് ഇരിക്കും. അപ്പോൾ എന്താണ്, പോഴ്സ് ക്ലോഗ് ആവും. ഈ ക്ലോഗ് ആകുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ഡേർട്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ അടിഞ്ഞിട്ട് അത് വൈറ്റ് ഹെഡ്സ് ആയിട്ട് മാറും, പിന്നെ അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നത്. അപ്പോൾ എഗ്ഗ് വൈറ്റിൽ അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എഗ്ഗ് വൈറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവർക്ക് മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ പോഴ്സിനെ അൺക്ലോഗ് ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്, പോഴ്സിൻ്റെ അകത്തുള്ള ഇത്തരത്തിലുള്ള ഡേർട്സ് ആയിക്കോട്ടെ, ഇമ്പ്യൂരിറ്റീസ് ആയിക്കോട്ടെ, അത് മാറ്റാൻ സഹായിക്കും. പിന്നെ കോഫി പൗഡർ എന്ന് വെച്ചാൽ എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ളൊരു എക്സ്ഫ്ലോയിറ്ററാണ്. ഓക്കെ ഗൈസ്, ഒന്ന് തെറ്റിപ്പോയി. എക്സ്ഫ്ലോയിറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേന് ഡെഡ് സ്കിൻ സെൽസ് ആയിക്കോട്ടെ, ഇതേപോലെ പോഴ്സിലുള്ള ഇതേപോലെ ഡേർട്സ് ആയിക്കോട്ടെ, അതൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു പീൽ ഓഫ് മാസ്ക് ആയിട്ട് ട്രൈ ചെയ്യാൻ പോവുക. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രഷും കൂടെ എടുക്കണം. കൈ വെച്ച് അപ്ലൈ ചെയ്ത് നിന്നാൽ അത് ശരിക്കും കറക്റ്റായിട്ട് എല്ലാ പാർട്സിലും എത്തൂല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബ്രഷും കൂടെ എടുക്കുന്നത്. പിന്നെ ഇതൊരു വൈറൽ പീൽ ഓഫ് മാസ്ക് ആണ്. ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി ആയിട്ട് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാനുള്ള സാധ്യതയാണ് ഇവർ രണ്ടുപേരും, മുട്ടയുടെ വെള്ളയും പിന്നെ ഈ കോഫി പൗഡർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് നമ്മുടെ നെറ്റിയിൽ, നമ്മുടെ ചിന്നിൻ്റെ അവിടെ, കവിളിൻ്റെ സൈഡിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞാൻ മൂക്കിലും നമ്മുടെ ചിന്നിൻ്റെ താഴെ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഒരു പീൽ ഓഫ് മാസ്ക് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിട്ട് അവസാനം കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ തീരുമാനിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ആദ്യമേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു കോട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു ബ്രഷ് വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ ഫേഷ്യൽ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ പോക്കറ്റ് ടിഷ്യൂ ഒക്കെ നമ്മുടെ കയ്യിലില്ലേ, ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിൽ നമ്മളെന്തോ ചെയ്യണം, ഇങ്ങനെ ഒന്ന് ജെൻ്റലി ആയിട്ടൊന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് 4ആയിട്ട് മുറിച്ചു. എന്ന് വെച്ചാൽ നടുക്കൂന്ന് മുറിച്ച് ഹാഫാക്കിയിട്ട് പിന്നെ അതിനെ വീണ്ടും 2ആയിട്ട് മുറിച്ചു. അപ്പോൾ മൊത്തം 4എണ്ണമായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ എന്തോ ചെയ്തു, ആ ഓരോ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ അവിടെ, ചിന്നിൻ്റെ അവിടെ, നെറ്റിയിൽ താഴ്ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഒരു കോട്ടടിച്ചിട്ട് എന്തോ ചെയ്തു, ഇതേപോലെ 4 ടിഷ്യൂ പേപ്പർ കീറുന്നുണ്ട്. അതിൽ ഓരോ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടെ അടിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 2 തവണയാണ് ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ, എന്ന് വെച്ചാൽ ഈ പീല് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ എഫക്റ്റീവ് ആകുന്നത് എന്താണെന്നറിയാം, 3 ലെയർ വെച്ചാൽ എഫക്റ്റീവ് ആകും എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളയാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ 2 ലെയറേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് പീൽ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ മുഖത്ത് അതെല്ലാം പീലായി വരും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതേ പ്രോസസ്സ് തുടങ്ങുന്നുണ്ട്. ഇത് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ.
ഓക്കെ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ലെയർ സെറ്റായി. ഇനി എന്താണ്, വീണ്ടും ഞാനൊരു കോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ അത്യാവശ്യം നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മൊത്തം 2 കോട്ടും 2 ടിഷ്യൂ പേപ്പറും ഓരോ ഭാഗത്ത് 2 ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ആ ലെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ നെക്സ്റ്റ് ടിഷ്യൂ പേപ്പർ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഫൈനൽ കോട്ടിങ്ങും കൂടെ ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു കോട്ട് വെച്ചു, അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഒരു കോട്ട് വെച്ചു, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എന്തോ ചെയ്തു, ഒരു ലെയറും കൂടെ നമ്മൾ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ നമ്മൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു 10-15 മിനിറ്റെങ്കിലും വെക്കണം. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ മൂക്കിൻ്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ മൂക്കിൻ്റെ താഴത്തെ ഹോൾസിൻ്റെ അവിടെ ഞാൻ എക്സ്ട്രാ ടിഷ്യൂ പേപ്പർ മുറിച്ച് കൊടുത്തില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നേരെ എനിക്ക് ശ്വാസം എടുക്കാനോ അങ്ങനെ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ ചെയ്യരുത്. മൂക്കിൻ്റെ അവിടെയൊക്കെ പരമാവധി ഹോൾസ് നമ്മൾ താഴെ എക്സ്ട്രാ ടിഷ്യൂ പേപ്പർ മുറിച്ച് കൊടുക്കണം കേട്ടോ. എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഇനി പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. നമ്മൾ നോർമലി നമ്മുടെ സ്കിന്നിൽ നിന്നും ഇങ്ങനെ ഒന്ന് ഊരിയെടുക്കുമ്പോൾ കുറച്ചൊരു വേദന അത്രയേ ഉള്ളൂ. ഭയങ്കര വേദനയൊന്നുമില്ല കേട്ടോ, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. എന്നിട്ട് നിങ്ങൾ പീൽ ഓഫ് ജെൻറ്റിലായിട്ട് തന്നെ ചെയ്യുക. ഇനി എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മൂക്കിലെന്ന് പറയുന്നത് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് എനിക്കില്ലായിരുന്നു. ഞാൻ സാറ്റ്ഫെ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ പീൽ ഓഫ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്യും. അപ്പോൾ അത് കുറച്ച് എഫക്റ്റീവ് ആയതുകൊണ്ട് അധികം ബ്ലാക്ക് ഹെഡ്സ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പേരിന് കയ്യിൽ വിരലെണ്ണാവുന്ന ഒരു 3-4 കാണും. പക്ഷേ ഗായ്സ്, ട്രസ്റ്റ് മീ, അതിൽ ബ്ലാക്ക് ഹെഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ളത് എന്തുവാണ്, ഞാനൊരു 2-3 കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മൊത്തത്തിൽ തന്നെയാണ് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തേക്കുന്നത്. എൻ്റെ ചിന്നിൻ്റെ അവിടെ, താടിയുടെ അവിടെയൊക്കെ നല്ല നല്ല രീതിക്ക് വൈറ്റ് ഹെഡ്സ് ഉള്ളതും, പിന്നെ അവിടെ ഒരുപാട് ഓയിൽ ഡെപ്പോസിഷനും പിന്നെന്താണ് പോഴ്സൊക്കെ ഭയങ്കര ക്ലോഗ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ബ്ലാക്ക് ഹെഡ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ബ്രൗൺ കളറായിട്ടാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ അത്രയും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു കാണാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ
ബാക്ക് ക്യാമറയിലും കാണിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അതിലും കാണിക്കുന്നില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരു 2-3 ബ്ലാക്ക് ഹെഡ്സ് എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ മുഖത്ത് മൂക്കിൽ അത്രേ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ മുഖത്തെ കവിളിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ എനിക്കുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഓയിൽ പ്രൊഡക്ഷൻ എന്താണ്, നമ്മുടെ പോഴ്സ് ഭയങ്കരമായിട്ട് ഡേർട്സും ഇമ്പ്യൂരിറ്റീസും കൂടി ക്ലോഗായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിക്ക് അതിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഓയിലി സ്കിന്നാണ്, ഈ ഓയിലി സ്കിൻ കാരണം വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒരുപാടുള്ളവരാണെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല ഒരു പീൽ ഓഫ് മാസ്ക് തന്നെയാണ്. പിന്നെ ഓവറായിട്ട് ഭയങ്കര രസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ചിന്തിക്കേണ്ട. ബട്ട് പ്രസൻ്റായിട്ട് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 2 തവണ എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾ ചെയ്താൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് പിന്നെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, പോഴ്സൊക്കെ ഒന്നും വൃത്തിയാവുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കാണിക്കാത്തത്. പിന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒരുപാടുള്ളവർക്കും നല്ലൊരു പാക്ക് തന്നെയാണ്. ഐ വിൽ ഗീവ് 3.8 ഔട്ട് ഓഫ് 5 ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.